ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൊറോണയും ഡെങ്കു ഫീവറും ഒക്കെ പിടിച്ച് നമ്മുടെ നാടാകെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഞാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കരിക്കും കിവിയും കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഞാനിവിടെ ഒരു കരിക്കാണ് എടുത്തിട്ടുള്ളത്. അത് പൊത്ത് അതിൻ്റെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാം. ഇത്രയും വെള്ളമാണ് കിട്ടിയിട്ടുള്ളത്. കരിക്കും വെള്ളം മാത്രമാണ് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. കരിക്ക് പൊത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് വെട്ടി അതിൻ്റെ ഫ്ലഷ് എടുക്കാം നമുക്ക്. ഇവിടെ ഞാൻ ഫ്ലഷ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുത്തിട്ടുണ്ട്, കരിക്കിൻ്റെ വെള്ളം, കരിക്ക്, ഒരു കിവി ഫ്രൂട്ട് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കിവി ഫ്രൂട്ട്. നമുക്ക് ഈ കിവി ഫ്രൂട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കിവി ഫ്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് കരിക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിക്കിൻ്റെ വെള്ളം അരിച്ചൊഴിച്ച് കൊടുക്കാം. അതിൽ പൊടി ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. ഈ കരിക്കിട്ട സമയത്ത് അതിൽ ചിരട്ടയുടെ പൊടിയൊന്നും ഇല്ലാതെ സൂക്ഷിക്കണം. ചിരട്ടയുടെ പൊടി വീഴാതെ സൂക്ഷിക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ പൾസിലിട്ടാണ് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട്. ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല. ബാക്കി കോക്കനട്ടിൻ്റെ വാട്ടർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കരിക്കും വെള്ളം ഒന്നുകൂടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പർ ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ചും ഈ കിവി ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഡെങ്കു ഫീവറിനൊക്കെ കൗണ്ട് കുറയുന്ന സമയത്ത് കൗണ്ട് കൂടാനായി ഏറ്റവും നല്ലതാണ് കിവി ഫ്രൂട്ട്. അതിൻ്റെ സത്യാവസ്ഥയും ഒന്നും എനിക്ക് അറിയില്ല. ഇതിൽ എൻ്റെ അനുഭവം വെച്ചിട്ട് ഈ കിവി ഫ്രൂട്ട്, എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ട്. കിവി ഫ്രൂട്ട് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമലായി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.